നമസ്കാരം. ഈ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഉള്ള കാലം മുതലേ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതൊക്കെ ഒരു പുതിയ കാര്യമൊന്നുമില്ല. ഇത് തുടങ്ങിയ കാലം മുതലേ ഇങ്ങനെയൊക്കെ ഉണ്ട്. തുടക്കത്തിൽ നമുക്കറിയാമല്ലോ, സ്വാതന്ത്ര്യ സമര കാലത്ത് ഇവിടെ ഒരു സംഘടന ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ്. ആ സമയത്ത് AKJ പോലുള്ളവരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. പിന്നീട് AKJ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി. ഈ കോൺഗ്രസ് തന്നെ എത്ര തവണ പിളർന്ന് ജനസംഘവും ജനതാ പാർട്ടിയൊക്കെ ആയി ഒടുവിൽ കുറേ പേര് BJP എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പുറകോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇതെല്ലാം കോൺഗ്രസ് ആയിരുന്നു എന്ന് കാണാം. എന്ന് പറഞ്ഞുകൊണ്ടാണ് പല പാർട്ടിയും. കേരള കോൺഗ്രസ് തന്നെ എത്ര തവണ പിളരുന്നു. തോന്നുമ്പോൾ ഓരോ നേതാക്കളും ഓരോ പാർട്ടി ഉണ്ടാക്കുകയാണ്. കുറേ കഴിയുമ്പോൾ അവർ ലയിക്കുകയും ചെയ്യും. ഇത്രയും പറയാനുള്ള കാരണം BJPയിൽ നിന്ന് കോൺഗ്രസിലോട്ട് പോകുന്നതോ കോൺഗ്രസിൽ നിന്ന് BJPയിലോട്ട് പോകുന്നതോ അല്ലെങ്കിൽ CPMയിലോട്ട് പോകുന്നതോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. അത് എത്രയോ കാലമായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് ആ പാർട്ടിയിലേക്ക് ചെല്ലുക, അതുവരെ വിശ്വസിച്ചുകൊണ്ടിരുന്ന പാർട്ടിനെ അന്നു മുതൽ ഓരോ കൃത്യമായിട്ടുള്ള ഇടവേളകളിലും വളരെ മോശമായ രീതിയിൽ ആഞ്ഞടിക്കുക അവർക്കെതിരെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ വരെ പറയുക. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. സന്ദീപ് വാര്യരുടെ കാര്യം തന്നെയാണ് പറയുന്നത്. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി ചെന്ന് അവിടെ അംഗത്വം എടുത്ത നിമിഷം മുതൽ തലേ ദിവസം വരെ വിശ്വസിച്ചുകൊണ്ടിരുന്ന BJPക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വിഴുങ്ങി പിന്നെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾക്കകം തന്നെ നരേന്ദ്രമോദിയെയും മോശമായ രീതിയിൽ പറയുന്നു. ഇതെല്ലാം എന്ത് പ്രതീക്ഷയിലാണ്? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തനിക്ക് ഷുവറായിട്ടും ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് പോരാട്ടം നടത്താനുള്ള സീറ്റെങ്കിലും തരുമെന്ന പ്രതീക്ഷയിലാണ്. എല്ലാം ഇതൊക്കെ തന്നെയാണല്ലോ, പ്രതീക്ഷയാണല്ലോ. പക്ഷേ കിട്ടിയത് നോക്കുക. പാലക്കാട് കിട്ടുമെന്ന് ഇത് വിചാരിച്ചു. പാലക്കാട് കിട്ടിയില്ല. അത് സിനിമാക്കാരൻ രമേശ് പിഷാരടിക്ക് കൊടുത്തു. തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും സീറ്റ് ഒന്നും വേണ്ട, പത്മജിക്കെതിരെയെങ്കിലും നിർത്തുമെന്ന് വിചാരിച്ചു. കിട്ടിയില്ല. മലപ്പുറം ജില്ലയിലെ തവനൂർ കിട്ടുമെന്ന് വിചാരിച്ചു. അവിടെ KT ജലീലാണ്. KT ജലീലിനെതിരെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് നേടിക്കൊണ്ട് നല്ലൊരു പോരാട്ടം നടത്താമെന്ന് വിചാരിച്ചു. അവിടെയും കിട്ടിയില്ല. ഒടുവിൽ BJPയിൽ നിന്ന് ചാടി വന്നതാണല്ലോ, നാളെ ഇനിയും വരാനുള്ളവർക്ക് ഒരു സന്ദേശമാവാനെങ്കിലും എന്തെങ്കിലും ഒരു സീറ്റ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം കൊടുത്തത് എവിടെയാണ്? കാസർഗോഡിലെ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ എന്ന ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരനെ അവർ കാര്യം കണ്ടതിന് ശേഷം ചവിട്ടി അരച്ച് തേച്ച് കളഞ്ഞു. കാരണം ഈ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, അവിടെ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. അവരെ അവിടെ ജയിക്കത്തുള്ളൂ. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എണ്ണുന്ന ദിവസം ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ ഒരാൾ ജയിക്കുമോ തോക്കുമോ എന്നറിയാൻ പറ്റുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണത്. അതായത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടുത്തെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നൊരു മണ്ഡലമാണ് അത്. അവിടെയാണ് കൊണ്ട് നിർത്തിയത്. മാത്രമല്ല BJPക്കാരിപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി കണ്ടിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ തോൽവിയാണ്. എവിടെ നിന്നാലും തോൽപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിലും BJPക്കാരെ സംബന്ധിച്ചിടത്തോളം, സംഖ്യയെ സംബന്ധിച്ചിടത്തോളം 10,000 വോട്ടുള്ളൂ. കഷ്ടിച്ച് 10,000 വോട്ട് മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ അവർ ജയിക്കാൻ വേണ്ടി മത്സരിക്കും എന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. ജയിക്കാൻ വേണ്ടി അവർ മത്സരിക്കത്തേ ഇല്ല. അതിലൊരു ശ്രമം പോലും നടത്തില്ല. പിന്നെ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ ആളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് മറിക്കും. തീർച്ചയായിട്ടും 10,000 വോട്ടുള്ള ഒരാൾ എന്തായാലും ജയിക്കാൻ വേണ്ടി ശ്രമിക്കില്ല, അല്ലെങ്കിൽ അവർ ശ്രമിക്കില്ല. അപ്പോൾ അവർക്ക് ഈ പ്രതികാരം വീട്ടാൻ കൂടി ഈ വ്യക്തിയെ കൊണ്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. എവിടെ? തൃക്കരിപ്പൂർ. വലിയ മാർജിനിൽ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവർക്കെതിരെ മത്സരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെയൊക്കെയാണ് സീറ്റ്. കേരള കോൺഗ്രസ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായതുകൊണ്ട് ഒരുപക്ഷെ അവിടെ ഈ കേരള കോൺഗ്രസിൻ്റെ ആ സീറ്റിൻ്റെ വേക്കൻസി വന്നു. അത് കോൺഗ്രസിന് വേണമെങ്കിൽ മത്സരിക്കാം. കോൺഗ്രസിൽ അവിടെ തന്നെയുള്ള പ്രാദേശിക നേതാക്കൾക്ക് മത്സരിക്കാം. പക്ഷേ അവർക്കൊന്നും കൊടുക്കാതെ പാലക്കാടുകാരനായ സന്ദീപ് വാര്യർക്ക് ഈ BJPയിൽ നിന്ന് വന്നു എന്ന കാരണം കൊണ്ട് മാത്രം ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രം എങ്ങനെങ്കിലും ഇത് തലയിൽ ഒഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത സീറ്റാണത്. ശരിക്കും തേപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നല്ല ക്ലാസ് തേപ്പ്. ഇനി അദ്ദേഹം ആ സീറ്റ് പോയി മത്സരിക്കുമോ എന്നേ അറിയാനുള്ളൂ. മത്സരിച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നഷ്ടമായിരിക്കും. കയ്യിലെ കാശും കൂടെ നഷ്ടപ്പെടുന്നതല്ലാതെ ഇവന്മാർ ഫണ്ട് പോലും കൊടുക്കത്തില്ല. അവസാനം ഇവിടുന്നൊക്കെ കടവ് മേടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി സീറ്റും കിട്ടത്തില്ല, തോറ്റും പോവും, കയ്യിൽ കിടക്കുന്ന കാശും പോവും, കടക്കാരനാവുകയും ചെയ്യും. അതിൽ നല്ലത് ആ സീറ്റ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറി എന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ ഇവരെങ്ങാനും ഭരണത്തിൽ വരികയാണെങ്കിൽ വല്ല ബോർഡിൻ്റെ മെമ്പറോ പ്രസിഡൻറ്റോ ഒക്കെ ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് ബുദ്ധിയുണ്ടെങ്കിൽ ഈ സന്ദീപ് വാര്യർ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പ്രകടമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, സന്ദീപ് വാര്യർ എന്ന വ്യക്തിയെ BJPക്കെതിരെയുള്ള ഒരു ടൂളായിട്ട് അവർ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം ചണ്ടിയാക്കി ചവിട്ടി ഒതുക്കിക്കളഞ്ഞ് ഈ കാസർഗോഡേക്ക് ഇട്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. സന്ദീപ് വാര്യർക്ക് പോലും അറിയാം താൻ അർഹിച്ച രീതിയിലുള്ള സീറ്റ് ഒരു പരിഗണന കിട്ടിയിട്ടില്ല,
തന്നെ അവർ ബോധപൂർവം ഒതുക്കി എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ നല്ല ഉറപ്പുണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട.